السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد. ബഹുമാന്യരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാൻ മാസം മൂന്നാമത്തെ പകലിൽ നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലകളിൽ നാം പിടിച്ചു വീടിയ നോമ്പും നമസ്കാരവും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം കരസ്ഥമാക്കുന്നതിന് കാരണമാവുകയും റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ അവന്റെ അനുഗ്രഹീതമായ സ്വർഗപ്രവേശനം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെയും ലോക മുസ്ലിമീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇബാദത്തുകളും ഒക്കെ നാം ഒന്ന് ഇരുത്തി ചിന്തിക്കുകയാണ് എങ്കിൽ വളരെ പരിപാവനമായ നമ്മുടെ ഇബാദത്തുകൾ, ആ ഇബാദത്തുകളെല്ലാം പരസ്പരം ചേർന്ന് നിൽക്കാൻ, എല്ലാ വൈര്യവും എല്ലാ വൈമനസ്യവും എല്ലാ വൈഷമ്യങ്ങളും മറന്ന് ഒത്തൊരുമയോടെ ഒരുമിച്ച് നിൽക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഇബാദത്തുകളാണ് അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. നമസ്കാരം അതിനൊരു ഉദാഹരണമാണ്. കറുത്തവന്റെ തൊട്ട് ചേർന്ന് വെളുത്തവനും, പണ്ഡിതനോടൊപ്പം പാമരനും, കുബേരനോടൊപ്പം കുചേലനും, തൊഴിലാളിയോടൊപ്പം മുതലാളിയും ഒക്കെ നിൽക്കുന്ന യാതൊരുവിധ വർണ്ണ ഭാഷ വേഷ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പരസ്പരം ചേർന്ന് തോളോട് തോള് കാൽ ഉപ്പൂറ്റി വളരെ കൃത്യമായി ചേർന്ന് നിൽക്കുന്ന ആരാധനാ ശൈലിയാണ് നമസ്കാരത്തിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഹജ്ജ്, എല്ലാം ഒരേ വസ്ത്രമാണ്. അധികാരിക്കും അതുപോലെ തന്നെ ഭരണകർത്താവിനും ഭരണീയനും, സമ്പന്നനും ദരിദ്രനും, പണ്ഡിതനും പാമരനും ഒക്കെ ഒരേ വസ്ത്രം ധരിച്ച് ഒരേപോലെ അവരുടെ വേഷം വളരെ കൃത്യമായി ഒരു വേഷം ധരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സുന്ദരമായ കാഴ്ച. സക്കാത്തും അങ്ങനെ തന്നെയാണ്. സമ്പന്നനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ദരിദ്രനാണ് സക്കാത്തിന്റെ മുതൽ കൈപ്പറ്റേണ്ടത്. ഈ സമ്പന്നനും ദരിദ്രനും ഒരുപോലെ കൈ നീട്ടപ്പെടുന്ന, ഒരാൾ കൊടുക്കുന്നു മറ്റൊരാൾ വാങ്ങുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു മാനസികമായ പൊരുത്തവും അവരുടെ പരസ്പരമുള്ള ആ ഒരു ഒരുമിച്ച് ചേരലും ഒക്കെ ഇസ്ലാമിന്റെ നിലപാടാണ്, ഇസ്ലാമിന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടാണ്. നോമ്പിന്റെ വിഷയം നാം ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ, സമ്പന്നനും ദരിദ്രനും, ധാരാളം കഴിക്കാനുള്ളവനും ഒട്ടും കഴിക്കാനില്ലാത്തവനും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റമളാൻ മാസത്തിൽ 2 നേരമാക്കി ചുരുക്കുകയാണ്. 3 നേരവും 5 നേരവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവനും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും മാത്രമാക്കി ചുരുക്കുകയും ദിവസം 2 നേരം കഴിക്കുന്ന, അതും അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ ഇന്ന വസ്തു കൊണ്ടാണ്, ഇന്ന ഭക്ഷണ പദാർത്ഥം കൊണ്ടാണ് നോമ്പ് മുറിക്കേണ്ടത്. ദരിദ്രനും സമ്പന്നനും അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിച്ച് നോമ്പ് മുറിക്കുന്നത്. ആ ഒരു നിലയിൽ സമ്പന്നനും ദരിദ്രനും ഒരുപോലെ, അതും അല്ലാഹു തആല എല്ലാ രീതിയിലും കഴിവ് കൊടുത്തിരിക്കുന്ന സമ്പന്നനും തീരെ കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ദരിദ്രനും ഒരേ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുകയും അള്ളാഹു പറഞ്ഞ സമയത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുന്ദരമായ, അസൂയാവഹമായ, ഏറ്റവും സുതാര്യമായ ഒരു പ്രക്രിയ, അതാണ് പരിശുദ്ധമായ റമളാൻ. സാമ്പത്തിക ശേഷി ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒരുപോലെ ഒരേ ദിശയിൽ വരണമെന്ന അള്ളാഹുവിന്റെ ആ ഒരു ശാഠ്യം, അതാണ് നോമ്പിലൂടെ നമുക്ക് നിഴലിച്ച് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിന്റെ മുഴുവൻ ഇബാദത്തുകളും പരസ്പരം ചേർന്ന് നിൽക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതാണ് എന്ന് നമുക്കിതിൽ നിന്ന് ബോധ്യമാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ വ്രതശുദ്ധിയോടെ ജീവിതത്തെ പരിപാവനമാക്കിയെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.